വെള്ളിക്കോത്ത് ഗ്രാമീണ സംരംഭകത്വ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് സേവനത്തിന്റെ 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. നിരവധി യുവാക്കളാണ് 9 വർഷത്തിനകം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്വയം തൊഴിൽ പരിശീലനം നേടിയത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തൊഴിലില്ലാത്ത അവസ്ഥ. തൊഴിലില്ലാത്ത എന്ന് പറഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ ചോദിക്കും, പല തൊഴിലും ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ നമ്മുടെ നാട്ടിലില്ലേ? ഉണ്ട്. ചില തൊഴിലുകൾ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ നമ്മുടെ നാട്ടിൽ. എന്നാൽ നമ്മൾ ആ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരിശോധിക്കേണ്ടത്. എല്ലാ തൊഴിലും എല്ലാവർക്കും ചെയ്യാൻ കഴിയും. കായികമായി അധ്വാനിച്ച് ചെയ്യേണ്ട ഒരുപാട് തൊഴിലുകൾ കായികാധ്വാനം നടത്തുന്നതിനുള്ള ശേഷിയുള്ളവർക്ക്, കായികമായ ശേഷിയുള്ളവർക്ക് നിർവഹിക്കാൻ കഴിയും. മാനസികമായി അധ്വാനിക്കേണ്ടതും മാനസികമായി വിദ്യാഭ്യാസപരമായ നിലവാരം കൊണ്ട് ആർജിച്ചിട്ടുള്ള അറിവുകളെ അടിസ്ഥാനപ്പെടുത്തി നടത്തേണ്ടതുമായ കാര്യങ്ങൾ ചെയ്യാൻ അത്തരം ആളുകൾ തന്നെ വേണ്ടി. ആ തൊഴിൽ മറ്റാർക്കെങ്കിലും ചെയ്യാൻ കഴിയും. ഞാൻ വളരെ അതിവിദഗ്ധമായ ആ രംഗത്ത് വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ കാര്യവും പ്രൊഫഷണലുകളുടെ കാര്യവും മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടുന്നത് ഇന്നത്തെ നിലയിൽ കേരളത്തിൽ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസം ഏറെ നേടിയിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ അധിവസിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അതിനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വന്നതിൻ്റെ പിന്നിൽ അതിനൊരു വലിയ പശ്ചാത്തലമുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ നാടിന്, കേരളത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. വലിയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാർ, അവർ തുടങ്ങി വെച്ച വലിയ പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ ഭാഗമായി വന്ന കേരളത്തിൻ്റെ ഒരു പുതിയ അവബോധം, ഒരു സാംസ്കാരിക ഉന്നമനം, വിദ്യാഭ്യാസപരമായ നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ നമുക്കുണ്ടായ വഴി തുറന്നുവിട്ട സാഹചര്യങ്ങളെല്ലാം, അതൊന്നും ഞാൻ ഇതിൻ്റെ ഭാഗമായി വിശദീകരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ വളർന്ന ഒരു ഉയർന്ന സമൂഹത്തിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലുമുള്ള ആളുകളുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഏതു തൊഴിലും ചെയ്യാൻ കേരളീയൻ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ സാധ്യമാകാത്ത സാഹചര്യമാണ്. നമ്മുടെ സാമൂഹ്യമായ നിലവാരം ഇപ്പോൾ അതല്ല. ലോകത്തെ തന്നെ വികസിത മുതലാളിത്ത രാജ്യങ്ങളുമായി മത്സരിക്കാനും കിടപിടിക്കാനും കഴിയുന്ന നിലവാരത്തിലേക്ക് ഉയർന്ന, പല രംഗങ്ങളിലും ഉയർന്ന ഒരു നാടാണ് നമ്മുടെ നാട്. പക്ഷെ ഞാൻ പറയുന്നത്, ആ നാട്ടിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്ന് പറയുമ്പോൾ അവരവർ അർഹിക്കുന്ന വിദ്യാഭ്യാസപരമായ അവരുടെ നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ എന്നർത്ഥമാക്കിയാണ്. ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾ പറയുക, ഇവിടെ പല തൊഴിലിനും ആളുകൾ വരാത്ത അവസ്ഥയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്ന് പറയുന്നതിൽ കാര്യവും തെങ്ങ് കയറ്റത്തിന് നമ്മുടെ നാട്ടിലാണ്. തെങ്ങ് കയറ്റത്തിന് ആളില്ല. നമ്മുടെ വീട്ടിൽ 10 തെങ്ങുണ്ടെങ്കിൽ അതിൽ തേങ്ങ താഴെ വീണിട്ട് മാത്രമേ എടുക്കാൻ കഴിയുന്ന അവസ്ഥ. അതുകൊണ്ട് ആളുകളെല്ലാം തെങ്ങ് കയറണമെന്ന് പറയാൻ പറ്റും. അതാണോ തൊഴിൽ? അല്ല. ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ വിദ്യാഭ്യാസപരമായ സാമൂഹ്യമായ നമ്മുടെ നാടിൻ്റെ ഉയർച്ചയിൽ നമ്മൾ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ നാടിന് ആ വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ച് അവരവരർഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ, അത്തരം തൊഴിലുമായി പൊരുത്തപ്പെട്ടു പോകാൻ, അത്തരം തൊഴിൽ സംരംഭങ്ങളുമായി ഇണങ്ങിച്ചേരാൻ അവർക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നു വരുന്ന സ്ഥാപനങ്ങളും വളർന്നു വരുന്ന അത്തരം സംവിധാനങ്ങളുമാണ് ഈ കേരളത്തിൽ ഏറ്റവും ആവശ്യമാണ്. പൊതുമേഖലാ ബാങ്കുകളിലൊന്നായ ആന്ധ്ര ബാങ്കിന്റെയും ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വ്യവസായ ശൃംഖലയായ GMR ഗ്രൂപ്പിന്റെയും സംയുക്ത സംരംഭമായ വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ട് മെയ് 18-ാം തീയതി 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള തീവ്ര പരിശീലനം നൽകുക, പരിശീലനം നേടിയവർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നിങ്ങനെയുള്ള ലക്ഷ്യത്തോടെ 2003 മെയ് 18-നാണ് വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചത്. ഒരാഴ്ച മുതൽ 8 ആഴ്ചകൾ വരെ നീണ്ടുനിൽക്കുന്ന ഹ്രസ്വകാല പരിശീലനങ്ങളാണ് പ്രധാനമായും ഇവിടെ നടത്തുന്നത്. പരിശീലനം, ഭക്ഷണം, താമസം, യാത്രാ ചെലവുകൾ എന്നിവ തികച്ചും സൗജന്യമാണ്. പരിശീലനത്തിന് ശേഷവും പരിശീലനം നേടിയവരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും അവരെ സ്വയം തൊഴിലുകളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേകത. കഴിഞ്ഞ 9 വർഷങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ 266 പരിശീലന പരിപാടികളിലൂടെ 6238 പേർക്ക് പരിശീലനം നൽകി. അതിൽ 14% പേർ പട്ടികജാതി, പട്ടിക വിഭാഗ വർഗ്ഗങ്ങളിൽപ്പെട്ടവരാണ്. മൊത്തം പരിശീലനം നേടിയവരിൽ
4611 വനിതകളും 1627 യുവാക്കളുമാണ്. പരിശീലനം നേടിയവരിൽ 1957 പേർ ബാങ്ക് ധനസഹായത്തോടെയും 2954 പേർ സ്വന്തമായും സ്വയം തൊഴിലുകളിലേർപ്പെട്ടു കഴിഞ്ഞു. 2012-2013 സാമ്പത്തിക വർഷത്തിൽ ട്രെയിനിങ്ങിന് 22 ലക്ഷവും പുതിയ ക്ലാസ് റൂം ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഗ്രാന്റ് അനുവദിച്ചിട്ടുണ്ട്. ബജറ്റിൽ വകയിരുത്തിയിട്ടുമുണ്ട്. 2012-2013 35 പരിശീലന പരിപാടികൾ നടത്തുവാനും അതിലൂടെ പുതുതായി 900 പേർക്ക് പരിശീലനം നൽകാനുമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത്.